സ്നേഹമുള്ളവരെ, ഇന്ന് മെയ് 12-ാം തീയതി നമ്മുടെ വണക്കമാസത്തിന്റെ 12-ാമത്തെ ദിവസമാണ്. ഇന്നത്തെ ദിവസം എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഇന്ന് പല വിധത്തിലുള്ള പരീക്ഷകൾ എഴുതുന്ന വ്യക്തികളെയും ഇന്റർവ്യൂ എഴുതുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് രോഗികളായി കഴിയുന്ന എല്ലാവരെയും, ഇന്ന് ഓപ്പറേഷൻ വിധേയരാകുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഈശോനാഥൻ സൗഖ്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 2020 ജൂൺ 20-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ ജപമാലയിൽ ഈ ഒരു പ്രാർത്ഥന കൂട്ടിച്ചേർത്തു. കുടുംബങ്ങളുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് മുൻപ് 1994 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കുടുംബങ്ങൾക്ക് വേണ്ടി എഴുതിയ ഒരു കത്തില് പ്രകാരം എഴുതി വെച്ചു: മറിയം ഓരോ ക്രിസ്തീയ കുടുംബത്തിന്റെയും അമ്മയും രാജ്ഞിയുമാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഐക്യവും കൈവരുത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ നമ്മൾ എന്നും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ കുടുംബപരമായിട്ട് ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുടുംബത്തെ ഒന്ന് ചേർന്നുകൊണ്ടാണ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. ബൈബിളില് സുവിശേഷത്തിൽ നമുക്ക് ചില ഭവനങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുള്ള ഭവനം. ഒന്നാമതായിട്ട് നസ്രത്തിലെ തിരുക്കുടുംബം. അവിടെ ഈശോയും പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേപ്പ് പിതാവും ചേർന്ന കുടുംബം. രണ്ടാമതായിട്ട് സക്കറിയായുടെ ഭവനം. അവിടെ പരിശുദ്ധ അമ്മ എലീശ അമ്മയെ ചെന്ന് കണ്ട് ആ അമ്മയ്ക്ക് 3 മാസം ശുശ്രൂഷ ചെയ്ത ഭവനം. മൂന്നാമതായിട്ട് കാനായിലെ കല്യാണ വീട്. അവിടെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത യേശുനാഥൻ ആദ്യത്തെ അത്ഭുതം ചെയ്തത്. നാലാമതായിട്ട് വിശുദ്ധ യോഹന്നാന്റെ ഭവനം. കുരിശിൽ കിടന്നുകൊണ്ട് യേശുനാഥൻ യോഹന്നാനോട് പറയുകയാണ്: ഇതാ നിന്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: അന്ന് മുതൽ അവൻ പരിശുദ്ധ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. യേശുവിന്റെ മരണശേഷമാണ് യോഹന്നാൻ പരിശുദ്ധ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കുന്നത്. ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുള്ള ഈ ഭവനങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മ ശക്തിയായിട്ടുള്ള മാധ്യസ്ഥം നൽകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മ സംരക്ഷണം നൽകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. കാനായിലെ കല്യാണ വീട്ടില് അവിടെ വലിയ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് പരിശുദ്ധ അമ്മ ഇടപെടുന്നത്. എലിസബത്തിന് വലിയ ഒരു ആവശ്യമുള്ള സമയത്താണ് പരിശുദ്ധ അമ്മ ഇടപെടുന്നത്. തീർച്ചയായിട്ടും നസ്രത്തിലെ തിരുക്കുടുംബമായ പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും ഉണ്ണീശുവും അടങ്ങുന്ന കുടുംബത്തില് പരിശുദ്ധ അമ്മ ശാന്തിയും സമാധാനവും ഐക്യവും നൽകുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ അമ്മയുടെ പക്കല് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്നത് ഈശോയിലേക്കുള്ള വഴിയാണ്. കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അമ്മ എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ എലിസബത്ത് വിളിച്ചു പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവിന്റെ അമ്മ എന്നെ സന്ദർശിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ഉദരത്തിലുള്ള ശിശു കുതിച്ചു ചാടിയതായിട്ട് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നമ്മെ ഈശോയിലേക്ക് എത്തിച്ചേർക്കുന്നു. പഴയ നിയമത്തിലെ സാമുവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിലെ ഹന്നയുടെ പ്രാർത്ഥന നമ്മൾ വായിക്കുന്നുണ്ട്. ഹന്ന പ്രാർത്ഥിക്കുന്നത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. ആ ദേവാലയത്തിൽ നിന്ന് ഹന്ന ഇറങ്ങി പോവുകയാണ്. പിന്നീട് ഹന്ന 1 വർഷം കഴിയുമ്പോൾ
വീണ്ടും ആ ദേവാലയത്തിലേക്ക് തിരിച്ചു വന്നിട്ട് ഏലി പ്രവാചകനോട് പറയുന്നുണ്ട്, കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഈ ദേവാലയത്തിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചത് ഈ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ ഏലി പ്രവാചകന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഏലി പ്രവാചകന്റെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവേല് വളർന്നു വരുന്നു, ശക്തനായിട്ടുള്ള പ്രവാചകനായിട്ട് മാറുന്നു. ഹന്ന സാമുവേലിന് ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിലേക്കുള്ള വഴി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനത്തില് നമ്മുടെ ഓരോ മാതാപിതാക്കന്മാരും നമുക്ക് കാണിച്ചു തരുന്നത് ഈശോയിലേക്കുള്ള വഴിയാണ്. എങ്കില് ഈശോ നമുക്ക് നൽകിയ പരിശുദ്ധ അമ്മ അതിനെക്കാട്ടും കൂടുതലായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഈശോയിലേക്കുള്ള വഴിയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നമ്മുടെ കുടുംബമായിട്ട് ഒന്നിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈശോയുടെ അടുക്കിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിന്റെ ശക്തിയും സമാധാനവും ഐക്യവുമായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും നമ്മൾ നമ്മുടെ കുടുംബത്തിൽ എന്നും അനുഭവിക്കണം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും എന്നും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ 12-ാം തീയതി പ്രാർത്ഥന ഏറ്റുചൊല്ലാം. ദൈവജനനി, അങ്ങ് ദൈവത്തിരുമനസ്സിനോട് പരിപൂർണ വിധേയമായി വർത്തിച്ചു. എല്ലാ നിമിഷത്തിലും അതുമാത്രമായിരുന്നു അവിടുത്തെ ജീവിത നിയമം. മനുഷ്യാവതാരത്തിന് സമ്മതം നൽകിയപ്പോൾ മുതൽ കാൽവരിയിലെ കുരിശിന് സമീപം നിൽക്കുമ്പോഴും അതിനുശേഷവും അവിടുന്ന് സദാ ദൈവത്തിരുമനസ്സിന് നിദാനമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ദൈവമാതാവേ, അങ്ങേ വത്സല മക്കളായ ഞങ്ങളും ദൈവത്തിരുമനസ്സിന് പരിപൂർണമായി വിധേയരായി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. ജീവിത ക്ലേശങ്ങളിലും പ്രലോഭനങ്ങളുടെ തിരക്കിൽ വരുമ്പോഴും രോഗങ്ങളും യാതനകളും അനുഭവപ്പെടുമ്പോഴും ദൈവത്തിന് മനസ്സാകുന്ന ദീപശിഖ ഞങ്ങൾക്ക് മാർഗദർശനം അരുളുവാൻ അങ്ങ് സഹായിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് മധ്യസ്ഥയായിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തങ്ങൾ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുഹൃത ജപമായിട്ട് നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബത്തിന് എന്നും സംരക്ഷകയായിരിക്കണമേ. ദിവസം മുഴുവനും നമുക്ക് ഈ ഒരു പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ചൊല്ലാം. എല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആവേ മരിയ.